സൈനികരുടെ ക്ഷേമത്തിനായി മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന. ഭഗവാനോടായാലും അള്ളാഹുവിനോടായാലും ഭക്തർക്കൊറ്റ അപേക്ഷയേ ഉള്ളൂ. രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാൻ വന്ന ദുഷ്ടശക്തികളോട് പോരാടാൻ നമുക്കായി യുദ്ധമുഖത്തേക്കിറങ്ങിയ സൈനികരെ കാത്തോളണമേ. രാജ്യത്തിൻ്റെ കാവലാളന്മാർക്ക് ഒരാപത്തും വരുത്തരുതേ. അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ശത്രു മുട്ടുമടക്കണമേ. മുസ്ലിം ആരാധനാലയങ്ങളിൽ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷമായിരുന്നു സൈനികർക്കും രാജ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. ബംഗളൂരു ജാമിയ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് മുഫ്തി ഡോക്ടർ മുഹമ്മദ് മഖ്സൂദ് ഇമ്രാൻ റഷദി നേതൃത്വം നൽകി. सारे जहां से अच्छा हिंदुस्तान हमारा, हम बुलबुलें हैं इसकी ये गुलसितां हमारा। चूँकि मेरे आका मोहम्मद अरबी सल्लल्लाहु अलैहि वसल्लम ने हमें ये दर्ज दिया है कि जिस मुल्क में रहते हैं उस मुल्क से आप मोहब्बत करें, उसकी हिफाजत के लिए खड़े हों। चूँकि इस वक्त हमारे मुल्क में वार का, जंग का सिचुएशन है और हर तरफ यहाँ इस वक्त ड्रिल कराई जा रही है और यहाँ एक रिहर्सल कराया जा रहा है ताकि अगर वार हो तो ऐसी सूरत में हमको क्या करना चाहिए। तो हम हमारे जवानों के लिए ख़ुसूसियत के साथ आज दुआ का एहतिमाम किया है. കർണാടകയിലെ ഒട്ടുമിക്ക പള്ളികളിലും സമാന രീതിയിൽ പ്രാർത്ഥന നടന്നു. പൈതൃക ദേവസ്വം വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും സൈനികരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രത്യേക പൂജകൾ നടന്നു. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമായിരുന്നു പൂജകൾ. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം സർക്കാർ പ്രതിനിധികളെത്തി പൂജകളിലും പ്രാർത്ഥനകളിലും പങ്കെടുത്തു. പാകിസ്ഥാന് നല്ല ബുദ്ധി തോന്നിക്കാനും രാജ്യത്തെ അശാന്തി മാറാനുമായി പൂജയും വഴിപാടുമായി എത്തിയ വ്യക്തികളുമുണ്ട്. വരും ദിവസങ്ങളിലും പൂജകളും പ്രാർത്ഥനകളും തുടരും. റിപ്പോർട്ടർ, ബംഗളൂരു.